ഗൈസ് നട്ടുച്ചയ്ക്ക് എറണാകുളം പോകാനായി ചാടത്തുള്ളി പോയതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഈ ഷോർട്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചാടത്തുള്ളി കയറിയപ്പോൾ തന്നെ ബസ് ഭയങ്കര തിരക്കായിരുന്നു. നട്ടുച്ചയായിട്ട് എന്താണ് തിരക്കെന്ന് എനിക്ക് മനസ്സിലായില്ല. അല്പസ്വല്പം കഴിഞ്ഞിട്ട് സീറ്റ് കിട്ടിയെങ്കിലും വേണ്ടിയില്ല. പ്രൈവറ്റ് ബസ്സിലെ പാട്ടും പ്രകൃതി സൗന്ദര്യവും ആസ്വദിച്ച് അവസാനം ഞങ്ങൾ അങ്ങിരുന്നു. തോപ്പുംപടി പാലം കയറിയപ്പോഴാണ് പിന്നെ ഒരു സമാധാനം കിട്ടിയത്. അങ്ങനെ ഒടുവിൽ ഞങ്ങൾ ബസ് ഇറങ്ങി. ഗൈസ് ഇതാണ് ഞങ്ങൾ വന്ന ബസ്. അങ്ങനെ ബസ് ഞങ്ങൾക്ക് ടാറ്റയിൽ നിന്ന് അങ്ങോട്ട് പോയി. പിന്നെ ഒന്നും നോക്കിയില്ല, നടന്ന് ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ട്. നമ്മളങ്ങനെ കാര്യമായ ഷോപ്പിങ്ങിനൊന്നും അല്ല വന്നത്, എന്നാലും അവിടെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു കുറേ എന്തൊക്കെയോ. അതിനകത്തു നിന്ന് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത 2 ടോപ്പ് ഇട്ട് നോക്കിയ രംഗമാണ് നിങ്ങളീ കാണുന്നത്. ശരിക്കും എനിക്കിത് 2 ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ 2 എടുത്തിരിക്കുന്നത് എന്താണെന്നുള്ളത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. അവസാനം അവിടെ നിന്ന് നമ്മൾ തിരിച്ചിറങ്ങിയിട്ടുണ്ട്. തിരിച്ചിറങ്ങിയതിന് ശേഷം നമ്മളുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഫുഡ് കഴിക്കലാണ് ഗൈസ്. നട്ടുച്ചയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് തോപ്പുംപടിയിൽ പോയി ഫുഡ് കഴിക്കാമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ വരുന്നത്. അങ്ങനെ റൊസാരിയോയിൽ നിന്നും ബീഫ് ബിരിയാണി കഴിക്കാമെന്നാണ് ഞങ്ങൾ അന്തിമമായി തീരുമാനിച്ചത്. അങ്ങനെ റൊസാരിയോ ഉദ്ദേശം വെച്ച് ഞാൻ മുമ്പിൽ തന്നെ നടന്നു ഗൈസ്. അവിടെ എത്തിയത് ഒന്നും നോക്കാതെ തന്നെ ബീഫ് ബിരിയാണി ഓർഡർ കൊടുത്തു ഗൈസ്. അത് തന്നെ പ്ലേറ്റ് തന്നു. അതിലൊരു പപ്പടവും സാലഡും അച്ചാറും തന്നു. പിന്നെയാണ് രാജകീയമായ വരവ് വന്നിരിക്കുന്നത്. അപ്പം എത്തിയിരിക്കുന്നു ഗൈസ്. അങ്ങനെ ഞാൻ ആദ്യമേ തന്നെ കൺകുളിർ ഖവനിൽ നിന്ന് കണ്ടു ഗൈസ് ബിരിയാണീനെ. അതിനുശേഷം ഒന്നും നോക്കിയില്ല, പ്ലേറ്റിലേക്ക് പകർത്തി. അങ്ങനെ അതിനുശേഷം ഞാൻ അങ്ങോട്ട് ആരംഭിക്കുകയാണ്. അതിനിടയ്ക്ക് വീഡിയോ എടുക്കാൻ പറഞ്ഞുകൊണ്ട് എത്തി നോക്കാൻ വന്നു അനിയത്തി. ഒന്നും നോക്കിയില്ല ഗൈസ്, കിടിലം ബിരിയാണിയാണ്. ആ പപ്പടം അങ്ങോട്ട് പൊട്ടിച്ച് കുറച്ച് സാലഡും ആ അച്ചാറും ഒക്കെ വെച്ച് ഒരു പിടി അങ്ങോട്ട് പിടിക്കുമ്പോൾ ഉണ്ടല്ലോ, ഹൗ കിട്ടില്ല ടേസ്റ്റാണ് ഗൈസ്. ആരെയും നോക്കിയില്ല ഗൈസ്, ഞാൻ അങ്ങോട്ടൊന്ന് തിന്നിട്ട് അവസാനം എൻ്റെ പ്ലേറ്റിൻ്റെയും സ്പൂണിൻ്റെയൊക്കെ അവസ്ഥ ഇതായിരുന്നു. എന്ത് ചെയ്യാനാണ് ഗൈസ്, കിടിലം ബിരിയാണിയാണ്, അതുകൊണ്ടൊന്നും നോക്കിയില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ബസ് തന്നെ പിടിച്ചു. ബസ്സിൽ കയറിയിട്ടാണെങ്കിൽ ഒരു ഉറങ്ങാലോ എന്നുള്ള ഒരു പ്ലാൻ കയറി. ആദ്യം കയറിയപ്പോഴൊന്നും സീറ്റ് കിട്ടിയില്ല ഗൈസ്. അല്പസ്വല്പം കഴിഞ്ഞിട്ടാണ് സീറ്റ് കിട്ടിയത്. അപ്പോൾ വിൻഡോ സീറ്റ് തന്നെ പിടിച്ചങ്ങിട്ടിരുന്ന് കാഴ്ചയും കണ്ട് പ്രൈവറ്റ് ബസ്സിലെ പാട്ടും കേട്ടാൽ പിന്നെ എന്ത് വേണം. മിനിമം വയറ് നിറച്ച് ബിരിയാണി തിന്ന ഒരു മലയാളിക്ക് ഇത്രയധികം സുഖങ്ങളെ ഉറങ്ങാനും വേണ്ടിയിട്ട് വേണ്ടതുള്ളൂ. അതുകൊണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല, കണ്ണടച്ചൊരൊറ്റ ഉറക്കമായിരുന്നു ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.